മാന്യ കർത്തൃദാസൻ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ 600 സഭയുടെ ശുശ്രൂഷകൻ ജോസ് പാസ്റ്റർ 4-5 കൊല്ലമായി വന്നിട്ടില്ലയോ? ബഹുമാന്യ കർത്തൃദാസൻ ജോസ് പാസ്റ്റർ ഈ ദിവസങ്ങളിൽ മഹനീയമായ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ നമ്മുടെ യേശുദാസിൻ്റെ വർത്തമാനം പറയാം. പാട്ടെല്ലാം കഴിഞ്ഞ് നീ എന്നാ പറഞ്ഞു? യേശുദാസ്, കൂടെയുള്ള നമ്മുടെ സന്തോഷ്, മറ്റ് മാന്യ സഹോദരന്മാർ, ഒരു സഹോദരി ഉണ്ടായിരുന്നു, സഹോദരങ്ങൾ, എൻ്റെ കൂടെ കടന്നു വന്ന ബഹുമാന്യ സഹോദരന്മാർ ജെയ്സനും ഹരികുമാറും, അവര് ഞാൻ പോകുന്നിടത്ത് അവരും വരും. നമ്മുടെ വെട്ടിയാറ് ഷിനു, പുള്ളി ഞങ്ങളുടെ സഭയുടെ മെമ്പറെ പോലെ ആയിരുന്നു, ഇപ്പം കാണുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, പുറകിലും കണ്ടുണ്ടെന്ന് തോന്നുന്നു. ഷിനു, മാന്യ സഹോദരങ്ങൾ, ഇവർ ഉള്ളതുകൊണ്ട് പാട്ട് തെറ്റിയാൽ അവരത് മാനേജ് ചെയ്യും. അതുകൊണ്ടാണ് ഇവരെ കൂടെ കൊണ്ട് നടക്കുന്നത്. നമുക്ക് പാടാൻ വലിയ ട്യൂണും കൃപയൊന്നും ഇല്ലാത്തതുകൊണ്ട് പരുവക്കേട് വരുമ്പോൾ അവരത് കൈകാര്യം ചെയ്യും. ഇവരാകുമ്പം ഞാൻ തെറ്റിച്ചാൽ അവർക്ക് അറിയത്തില്ല ഞാൻ അവർ നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യും. പക്ഷേ തെറ്റിയാൽ ഞാനും തെറ്റും, പിന്നെ അവരും തെറ്റും. അപ്പം ഞാൻ കൂടെ തെറ്റിക്കുന്നുണ്ടെന്ന് ഇവർക്കറിയാം. അപ്പം അവരത് കൈകാര്യം ചെയ്ത് കൊണ്ടുവരും. മാന്യ സഹോദരങ്ങൾ, എൻ്റെ സഹപടനായ ഷിബുവോദര അവർകൾ, ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാർ പലര് ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. വിശേഷിച്ച് വാത്സല്യ ഷിനുവിൻ്റെ പിതാവ് ഓണച്ചായൻ, ഇവിടെ ജോൺസൺ അച്ചായന്. ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് ചെന്നപ്പം, ആദ്യമായിട്ട് എനിക്കൊന്ന് 2000 അവിടെ ചെന്നപ്പം ഒരു സഭായത്തിന് ചെന്നപ്പോൾ ഒരാൾ തബലയായിട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുക. ചുമ്മാ ഒരാൾ തബലയായിട്ടിരിക്കത്തില്ലല്ലോ. അപ്പം പുള്ളിക്ക് കാര്യം അറിയാമെന്ന് ഞങ്ങൾ ആദ്യം കാണുക. അപ്പം ഞാൻ ഒരു പാട്ട് പാടി, അല്പം തെറ്റി ആ പാടിയെങ്കിലും പുള്ളി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴെല്ലാം വിളിക്കും. ഞങ്ങൾക്കൊന്നിച്ച് അനേക ഇടങ്ങളിൽ പോയി കർത്താവിനെ ശുശ്രൂഷിപ്പാനിടയായി. ചർച്ചകളെല്ലാം കൂടി ഒരു കോമ്പൗണ്ടിനോട് ചേർന്നാ പുള്ളി താമസിക്കുക. അല്ല അമ്മാമ്മ എന്തിയാ എവിടെ ഇരിക്കുന്നു? അവിടെ ഒന്നും ഇല്ലെന്നോ. എൻ്റെ വസ്ത്രമൊക്കെ കഴുകി തന്ന് ഭക്ഷണമൊക്കെ പല പ്രാവശ്യം തന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിചിതരായ പ്രിയപ്പെട്ടവർ പലരും ഈ സദസ്സിലുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കൾ, പിതാക്കന്മാർ, ദൈവദാസന്മാർ, ദൈവകുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പന്തല് വളരെ മനോഹരമായിരിക്കുന്നു. പല കാര്യമുണ്ട്. ഒന്ന്, വെട്ടവും വെളിച്ചവും ഉണ്ട്. ചിലടുത്ത് പന്തലിട്ടാലും വെട്ടം ഇട്ടാലും നമ്മൾ പിന്നെ മെഴുകുതിരി കത്തിച്ച് വേണം കുഞ്ഞുഞ്ഞാന്നോ ഇരിക്കുന്നെന്ന്. ഇത് അങ്ങനെ നല്ല തിട്ടമുണ്ട്, എല്ലാവരെയും കാണാം. എല്ലാം നന്നായിരിക്കുന്നു. സ്തോത്രം ആട്ടെ. ദൈവം പ്രവർത്തിക്കൊക്കെ പ്രതിഫലം ദൈവം തരട്ടെ. ഒരു ചെറിയ മാനസിക പ്രയാസം എനിക്കുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അതങ്ങ് മാറി. എന്നാലും മാറിയെന്ന് പറയാനൊക്കത്തില്ല. സ്തോത്രം. അത് ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്. ദൈവത്തിന് മഹത്വം. ഇങ്ങനൊരു മാനസിക പ്രയാസം വരാതിരിക്കാനാണ് ഞാൻ അന്നേ അത് ക്രമീകരിക്കാൻ പറഞ്ഞത്. ഒറ്റ വാക്കി പറഞ്ഞതങ്ങ് വിടുക. ഉടക്കൊന്നുമല്ല. സ്തോത്രം. അദ്ദേഹം നിരപരാധിയാണ്. എന്നിരുന്നാലും ഇന്ന് രാത്രി ഇങ്ങനെ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ യോഗത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഞാൻ വളരെ വെപ്രാളം തല്ലിയാണ് വന്നേ. 8 മണിക്കെങ്കിലും 8 മണിക്ക് മുമ്പ് മൈക്ക് തരുവന്ന്. അപ്പം ഇവിടെ വന്നപ്പം ജോസ് പാസ്റ്റർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 10 ആകുമ്പോൾ നിർത്തിയാൽ മതിയെന്ന്. സാധാരണ 9-ന് നിർത്തുന്നിടത്ത് ഞാൻ 10-നാണ് നിർത്തുന്നത്. അപ്പം ഇന്നിപ്പോൾ 10-ന് നിർത്തേണ്ടടുത്ത് മിക്കവാറും. അപ്പം അതുകൊണ്ട്
പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇച്ചിരി അങ്ങോട്ട് പോട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മന്നെ നിങ്ങൾ ഇവിടെ ജാക്സനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ. ഓക്കെ, എല്ലാം ഓക്കെ ആകുമ്പോൾ ഒന്ന് പറയണേ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നടക്കുമ്പോൾ എനിക്കങ്ങ് വെപ്രാളമാണ്. സ്തോത്രം പറഞ്ഞോട്ടെ. അദ്ദേഹം വിട്ട് വിയർത്താണ് നടക്കുന്നത്, ഓടി ഓടി ഊപ്പാട് വരിക. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് മോളൊന്നുകൂടെ വായിച്ചോ, അതേ ഇപ്പം നടക്കുകയുള്ളൂ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. ഒരിക്കൽ കൂടി കരം ചേർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വൈദികം പിശാചിനോടും കായമോകാദികളോടും പോരടി ചടി മയ്യതിൽ പെട്ടും പോയി ഞാൻ. വൈദികം പിശാചിനോടും കായമോകാദികളോടും പോരടി ചടി മയ്യതിൽ പെട്ടുപോയി ഞാൻ. അടിമയിന്നു കം തകർത്ത ഉടയ തമ്പുരാനെ നല്ല ഇടയനെ ഒരേകയാണ്ട അടിയനെ കാൺപാർക്കദേവ യേശുവേ കരുണ സന്നപതിയേ. നട്ടം തിരിയും തന്നെ വീണ്ടുകൊൾ യേശുവേ കരുണ സന്നപതിയേ. ഭൂതലത്തിൽ നീ കൊടിച്ച് ദാസനെനിക്കാദരവു കണ്ടതില്ല ഗജകല മണ്ഡലദീപ. ഭൂതലത്തിൽ നീ കൊടിച്ച് ദാസനെനിക്കാദരവു കണ്ടതില്ല ഗജകല മണ്ഡലദീപ. അടിമയിന്നു കം തകർത്ത ഉടയ തമ്പുരാനെ നല്ല ഇടയനെ ഒരേകയാണ്ട അടിയനെ കാൺപാർക്കദേവ യേശുവേ കരുണ സന്നപതിയേ. നട്ടം തിരിയും തന്നെ വീണ്ടുകൊൾ യേശുവേ കരുണ സന്നപതിയേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ്. ഒരാൾ കൂടെ വന്ദനം ചൊല്ലേണ്ടതുണ്ട്. ഷാർജയിലുള്ള ബഹുമാനപ്പെട്ട ജോൺസൺ പാസ്റ്റർ, അദ്ദേഹമാണ് വിളിച്ച് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയത്. അദ്ദേഹം ഇപ്പം ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. മാന്യ കർത്തൃദാസനും വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രികളിലെല്ലാം ശ്രേഷ്ഠരായ അഭിഷിക്തന്മാരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ദൂത് ദൈവം കൂടപ്പെട്ടവർക്ക് നൽകുകയുണ്ടായി. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടി നമ്മോട് ശാന്തമായിട്ട് ഇടപെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ
വളരെ ഈടുറ്റ ആഴമേറിയ ലേഖനം ആണ് ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനങ്ങൾ. 2 ലേഖനം നമുക്കറിയാം. 1ഉം 2ഉം ലേഖനം. ആ 1ാം ലേഖനത്തിലെ 4ാം അധ്യായത്തിന്റെ 18ാം വാക്യമായി ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ, ആശ്വാസം കിട്ടാത്ത ഒരു കാലത്തിലും ലോകത്തിലുമാ ഞാൻ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. കേൾക്കുന്ന വാർത്ത മുഴുവൻ വെപ്രാളം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാനിപ്പോൾ പേപ്പർ വായിക്കുന്നില്ലെന്ന് പറഞ്ഞു. കാരണം ഫ്രണ്ട് പേജ് രണ്ട് വണ്ടി തമ്മി ഉമ്മ കൊടുത്ത് കിടക്കുന്നു, മരിച്ച 2 പേരുടെ ഫോട്ടോയും. പിന്നെ കേൾക്കുന്ന വാർത്തയെല്ലാം വെപ്രാളമാണ്. ഒറ്റ മോളെ ഉള്ളായിരുന്നു, അവൾ ഓട്ടോക്കാരൻ്റെ കൂടെ ഒളിച്ചോടി. തള്ള എന്നേരം കുഴഞ്ഞു വീണ് ഇവിടെ ആരാണ്ട് ഓടിയെന്ന് തോന്നുന്നില്ല, നിങ്ങൾ പമ്മിയിരിക്കുന്നുണ്ട് അല്ലേ? ഒറ്റ ചെറുക്കനേ ഉള്ളൂ, അതിനെ പോലീസ് പിടിച്ചു സ്റ്റേഷനിലിട്ട്. ഏത് വിഷയത്തിനാണെന്ന് പൊതുവിൽ ഇപ്പം പറയാനൊക്കത്തില്ല. ഇപ്പം തന്നെ ആണെങ്കിലും പേപ്പർ എടുത്താൽ മുഴുവൻ വെപ്രാളമാണ്. കേൾക്കുന്ന വാർത്ത മുഴുവൻ മനോവേദന ഉണ്ടാക്കുന്ന, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, നമുക്ക് ഭീതി ഉളവാക്കുന്ന വാർത്തകളാണ് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. ഞാൻ അധികം വിവരിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ ലോകത്തിൽ, ഈ കാലയളവിൽ നമുക്ക് ആശ്വാസം തരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴെല്ലാം ഈ വേദപുസ്തകം വായിച്ചോണം. സ്തോത്രം. നീ മൊബൈൽ എടുത്ത് തോണ്ടിയും മാന്തിയും നിന്റെ ആയുസ് തീർക്കാതെ അവസരം കിട്ടുമ്പോഴെല്ലാം വേദപുസ്തകം എടുത്ത് വായിക്കണം. സ്തോത്രം. ഇത് വായിക്കാൻ വേണ്ടിയാ സായിപ്പന്മാർ ഇവിടെ വന്ന് മലയാള ഭാഷ നല്ലതാണ്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, നല്ല ഭാഷയാണ് മലയാള ഭാഷ. പക്ഷെ അത് വളരെ സൂക്ഷിച്ചും കണ്ടും വായിക്കണം. ബെഞ്ചമിൻ ബെയ്ലിയും സായിപ്പന്മാരെല്ലാം ഇവിടെ വന്ന് മലയാള ഭാഷ പഠിച്ച് അച്ചുകൂടം ഉണ്ടാക്കി. എന്ത് ബുദ്ധിമുട്ടിയാണെന്നറിയാം അച്ചുകൂടം ഉണ്ടാക്കി. അപ്പോൾ അത് വളരെ ഈ ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാക്കാൻ വലിയ കുഴപ്പമില്ല. ഒരു കമ്പി ഇങ്ങനെ വെക്കുമ്പോൾ ആയി. ഒരു ചെറിയ കമ്പി എടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി, അതൊരു അക്ഷരം ഐ. നമ്മുടെ ഐ ഉണ്ടാക്കണമല്ലോ. ഒരു കമ്പി എത്ര വളച്ചാലാ അല്ലേ? അവരുടെ ഐ ഒറ്റ കമ്പിക്ക് തീരുന്നതേ ഉള്ളൂ. നമ്മുടെ കൈ എത്ര പ്രാവശ്യം ഇട്ട് വളച്ചാലാ ഒരായി. എന്ത് പണ്ട് നമ്മുടെ ഒരു കൊച്ചൻ ചോദിച്ചു, അവൻ പെന്തിക്കോസ് ഹോളിൽ പോയി സഭായം കഴിഞ്ഞേച്ച് വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ വല്യമ്മച്ചി ഉണ്ട്, പേരും സ്ഥലമൊന്നും പറയുന്നില്ല. അപ്പോൾ അവൻ്റെ വല്യമ്മച്ചി ചോദിച്ചു, പെന്തിക്കോസ് ആരാ ഉണ്ടാക്കിയെന്ന് അവൻ ചോദിക്കുക. അപ്പം തള്ള ചോദിച്ചു, എന്നാടാ? ഓ, കൈയടിച്ച് മനുഷ്യൻ ഊപ്പാട് വരിക എന്ന്. കാരണം ആദ്യത്തെ 2 പാട്ടിന് കൈയടിക്കണം. കൈയടിച്ചല്ലേ ഞങ്ങൾ ഉപദേശിമാർ കുടിയിടാനൊക്കെ കൊച്ചുങ്ങൾ പേടിച്ചടിച്ചു. അത് കഴിഞ്ഞപ്പം 2 പേര് പ്രാർത്ഥിച്ചു, ഒരു പാട്ടുകൂടെ പാടി, സേനയിൻ അധിപൻ. അന്നേരം ഇവൻ ഇരുന്ന് അടിക്കണം. അത് കഴിഞ്ഞപ്പം സങ്കീർത്തനം വായിക്കാനായിട്ട് എഴുന്നേറ്റ് ചില ഉപദേശിമാർ അന്നേരവും പാട്ട് പാടും. ശാന്തമായിട്ട് പാടുന്നവരുണ്ട്, വെപ്രാളം കയറി പാടുന്നവരുണ്ട്. അന്നേരം അടിക്കണം. പിന്നെ പ്രസംഗിക്കുന്ന ഉപദേശിമാർക്ക് വചനത്തിൽ വലിയ തിട്ടമില്ലെങ്കിൽ കൂടെ വിശ്വാസിയെ കൊണ്ട് അടിപ്പിക്കും. സ്തുതിച്ചാട്ടെ ശക്തിയോടെ ഇങ്ങനെ വള്ളുന്ന കാണാം. അതിനെല്ലാം കൊച്ചുങ്ങൾ അടിച്ചൂപ്പാട് വരിക. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടുമ്പോഴെല്ലാം അടിക്കണം. പിന്നെ പോകാൻ നേരത്തൊരു കൂട്ടയടിയുണ്ട്. അപ്പോൾ ഇതിൽ അടിച്ച് കൊച്ചൻ 1:30 ആയപ്പോൾ പദം വന്നേച്ച് അവൻ വീട്ടിൽ വന്ന് ചോദിച്ചാൽ പെന്തിക്കോസ് ആരാ കണ്ടുപിടിച്ചെന്ന്. അപ്പോൾ ആ തള്ള ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചപ്പോൾ കൈ അടിച്ച് വന്ന് ഞാൻ ഊപ്പാട് വരിക എന്ന് പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ മലയാള ഭാഷ നല്ലതാണ്, പക്ഷേ അത് ലിപി ഉണ്ടാക്കണമെങ്കിൽ എന്ത് ബന്ധപ്പെട്ട അവരുടെ ഒരു കമ്പി ഇങ്ങനെ വളച്ച് വിലങ്ങനെ ഒരു കമ്പി വെച്ചാൽ മതി, ആയി അല്ലേ? അന്നേരം നമ്മളിവിടെ ഇത്ത ഉണ്ടാക്കി എൻ്റെ ക്ഷീണം മാറിയപ്പോൾ ഇഞ്ഞാ കയറി വരുന്നു.
ഉണ്ടോ? എന്ത് അത് കഴിഞ്ഞപ്പോൾ ഇറു. ഇന്ന് പേപ്പറിൽ കണ്ട് അക്ഷരം വളരെ ശ്രദ്ധിച്ചോണം, അച്ചടി ഭാഷയും എല്ലാം ശ്രദ്ധിച്ചോണം എന്നല്ലേ പിഴയാ അല്ലേ? ആ അല്ലേ, പുള്ളി പറഞ്ഞല്ലേ പേപ്പർ വായിക്കുന്നില്ലല്ലോ ഇപ്പം. വളരെ ബുദ്ധിമുട്ടാണ്. മലയാള ഭാഷയിലെ ഇറു ഉണ്ട്, ഇറു അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ ഭാഷ പഠിച്ചാൽ അങ്ങനെ. ഇലു ഉണ്ട്, ഇലൂ രണ്ടുമുണ്ട്. അത് നിങ്ങൾ ഹൈന്ദവ സ്നേഹിതന്മാർക്കറിയാം, ഞാൻ പറയുന്ന കുറച്ചുകൂടെ അവർക്ക് തിട്ടമുണ്ട്. ഹരിനാമകീർത്തനം ചൊല്ലുമ്പോൾ അറിയാം. അതിങ്ങനെ റുഭോഷനെന്നു ചില്ലർ ഭാഷിക്കലും, അത് റു. അതിന് അപ്പുറമുണ്ട് ഋതുവായ പെണ്ണിനും ഇരപ്പന് ദാഗകനും പതിതനും അഗ്നികജനം ചെയ്ത ഭൂസുരനും. അപ്പൊ ഇറു ഇറു. ഇലു വിസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും ഇതജിതന്റെ നാമഗുണമതിനിങ്ങു വേണ്ട ദൃഢം. ഇലു ഇലൂ ലൂകാരവാദി മുതലായിട്ടു ഞാനുമിക കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥ. അപ്പം ഇറുണ്ട്, ഇറുണ്ട്, ഇലുണ്ട്, ഇലൂ. അപ്പം ഇങ്ങനെയുള്ള ഈ ഭാഷ എന്ത് ബന്ധപ്പെട്ട അച്ചടിശാലയിൽ ഇതെല്ലാം ക്രമപ്പെടുത്തി ആ സായിപ്പന്മാർ ഈ പുസ്തകം നമ്മുടെ കയ്യിലൊന്ന് തരാനാ. ആർക്കും ഒരു താല്പര്യവും സന്തോഷവും. നിൻ്റെ കയ്യിൽ AK-47 കിട്ടിയ പോലാന്ന് ഇരിക്കുന്നത്. വേറെ പുസ്തകം കിട്ടിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. മോനെ ഈ ഇതിൻ്റെ എനിക്ക് ചൂടൊന്ന് കൂട്ടിത്തരാം. എന്തോ ഒരു സ്തോത്രം. ആ ഫീഡ്ബാക്ക്. സ്തോത്രം. ആ അപ്പം ഇത് ഈ പുസ്തകം നമ്മുടെ കൈകളിൽ തരാനാ. ആ അത് ദൈവം ജയിക്കുന്ന മഴ. എല്ലാവരും കയറി വാ. നിങ്ങളെല്ലാം എഴുന്നേറ്റെ മുന്നോട്ട് കയറി വന്നേ. എഴുന്നേക്ക് എല്ലാവരും ഒന്ന് എഴുന്നേറ്റെ പ്ലീസ്. ഇവിടെ എഴുന്നേക്കാൻ പറയുമ്പോൾ പുറകോട്ട് നോക്കിയിരിക്കുന്നു. അച്ഛാ എഴുന്നേക്കാൻ മുന്നോട്ട് അവരോട് ഇങ്ങോട്ട് കയറി വരട്ടെ. നമ്മുടെ സഹോദരങ്ങളാണ്. ആ JC ബേട്ടയുടെ എന്ന് അങ്ങനെ ദേഹത്ത് വീടരുത്, ഇങ്ങോട്ട് പോരും. ആട്ടെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തരാനാ. എന്തിനാ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തരുന്നത്? എൻ്റെ ഭാഷ പറഞ്ഞാൽ നമുക്ക് വിവരം ഉണ്ടാകാൻ, നിനക്ക് ബോധവും വിവരവും ഉണ്ടാകാനാ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നത്. ദൈവത്തിന് മഹത്വം. ഒരു കാലത്ത് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് ഊന്നി പറയുകയാണ്. എനിക്കോ ഞാനിപ്പോൾ അടുത്ത കാലത്താ ഇങ്ങനെ എൻ്റെ വല്യപ്പന്മാർക്ക്, അതാ കുറച്ചുകൂടെ നല്ലത്, വല്യപ്പന്മാർക്ക് ഇതുപോലെ വഴിയിൽ കൂടെ നടക്കാൻ ഒക്കുകയില്ലായിരുന്നു. എങ്ങനെ? ഈ വെള്ളത്തുണി എടുത്തുകൊണ്ട് നടത്തുകയില്ലായിരുന്നു. നിങ്ങൾക്ക് എത്ര മനസ്സിലാകുകയല്ല പറഞ്ഞ. വഴിയിൽ കൂടി ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ട് അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന താഴേക്കിടയിൽപ്പെട്ട ഏതാ ആൾക്കാരെല്ലാം ഇങ്ങനെ തരംതിരിച്ച് വെച്ചിരിക്കുക. അങ്ങനെയുള്ളവർക്ക് വഴിയിൽ കൂടെ നടക്കാൻ ഒക്കുകയില്ല വെള്ളത്തുണി എടുത്ത്. ഇനി അഥവാ വെള്ളത്തുണി മേടിച്ചാൽ ചെളി വാരിത്തേക്കണം, അല്ലെ കരി വാരിത്തേക്കണം. അതുപോലെ നടക്കാൻ പുള്ളിക്കാർ സമ്മതിക്കുകയില്ല. പുള്ളിക്കാരാരാന്ന് ഞാൻ പിന്നെ പറയാം. സമ്മതിക്കുകയില്ല. ഇവരെ ശബ്ദമൊക്കെ പുറപ്പെടുവിക്കണം. അപ്പോൾ ഹോയ് ഹോയ് എന്ന് വെക്കുമ്പോൾ ഇതുങ്ങൾ ഓടിക്കോണം. കണ്ടത്തിലാന്ന് എടുത്ത് ചാടിക്കോണം, കനാലിലോട്ടാന്ന് എടുത്ത് ചാടുകയോ ഓടിക്കോണം. അവരിങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ. അവിടെ വല്യപ്പനൊക്കെ ഓടി ഊപ്പാട് വന്നതാ. പിന്നെ ഞങ്ങളുടെ ഒരു വല്യം വെച്ച് പറഞ്ഞതാണ്ട് ഈ കുഴിക്കകത്ത് ഞാൻ ചാടിയതാന്ന്. അപ്പം ഞാൻ ചോദിച്ചു ആയും തന്നെ ചാടിയ. അയ്യോ, കൊച്ചടത്തിലെ തമ്പുരാട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എടുത്തൊരു കാവാലത്തുള്ളൊരു വലിയ തറവാണ് ആ കൊച്ചടം. എന്നോട് പറഞ്ഞതാ, കൊച്ചടത്തിലെ തമ്പുരാട്ടി ഇങ്ങോട്ട് വന്നപ്പം തമ്പുരാട്ടി വരുന്നെന്നും പറഞ്ഞ് ഞാൻ എടുത്ത് പോളക്കകത്ത് ചാടിയെന്ന്. പോളക്കകത്ത് മുങ്ങി കിടക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുകയല്ല ഞാൻ പറഞ്ഞാൽ. അപ്പം അത് ഇതുപോലെ വെള്ളവസ്ത്രം ഉടുത്ത് നടക്കാനൊക്കത്തില്ലായിരുന്നു. സ്തോത്രം. ഒറ്റ വാക്കി പറയാനേ ഒക്കുവുള്ളൂ. അതിന് മാറ്റം വരുത്തിയത് ഈ പുസ്തകം വന്നതുകൊണ്ടാണ്. എനിക്ക് അല്പം അരിശവും കൊണ്ടുണ്ട്. അത് തീർക്കാനാണ് ഞാൻ കൂടുതൽ വെള്ളത്തുണി എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇജിബായി മുണ്ടും മതി, എന്നാലും വാശിക്കായി ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഈ എല്ലാം എൻ്റെ വല്യപ്പനെ വെള്ളത്തുണി ഉടുപ്പിക്കാതെ നടത്തിക്കൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം.
പട്ടിക്ക് വഴി കൂടെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. സ്കൂളിൽ കയറ്റത്തില്ല, അക്ഷരം പഠിക്കാൻ അനുവദിക്കത്തില്ല. ആശുപത്രി ചെന്നാൽ എല്ലാവരും നിൽക്കുന്നിടത്ത് നിന്ന് മരുന്ന് വാങ്ങാനോ കൊടുക്കാനോ ഒക്കത്തില്ല. മനസ്സിലായോ? പഴയ അമ്മമാർക്ക് ആഭരണം ഇടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആഭരണം ധരിക്കാൻ ഒക്കത്തില്ല. അതൊക്കെ മേലെ വീട്ടിലെ അമ്മമാർക്ക്. പിന്നെ അഥവാ അങ്ങനെ ഒരു ആഭരണം ഇടാൻ പൂതി ഉണ്ടായാൽ കല്ലുകൊണ്ട് മാല ഉണ്ടാക്കിക്കോണം. കാലയിലൊന്നും ഇടാനൊക്കത്തില്ല കമ്മല്. ഈ വരിക്കപ്പിളാവിൻ്റെ ഇത് അതിന് പറയുന്നത് തന്നെ ഇല്ലേ, ചക്ക ഉണ്ടായി ഇങ്ങോട്ട് വരുമ്പോൾ അതിന് അത് ഉണങ്ങി കണ്ടിട്ടില്ല, ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്, അത് തുളച്ചിടണം. നിങ്ങളിപ്പോൾ ഇരുന്ന് ശരിക്കും അങ്ങനെയൊക്കെ ചെയ്ത അമ്മമാരാ. ധരിക്കാനൊക്കത്തില്ല, വഴി നടക്കാനൊക്കത്തില്ല, സ്തോത്രം, ഒന്നും ഒക്കത്തില്ല. അതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ചുവട് പിടിച്ച ബാക്കി മാറ്റങ്ങൾ മൊത്തം വന്നത്. ചുവട് പിടിച്ച ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടനാടാണല്ലോ, നിങ്ങൾ ചിലർക്കറിയാം. അവിടെ പാടത്ത് പണിയെടുത്താൽ, പകൽ അന്തിയോളം പണിയെടുത്താൽ ചിലർ കൂലിയും കൊടുക്കില്ല. തമ്പുരാക്കന്മാർ കൂലി കൊടുക്കുകയല്ല. കൂലി ചോദിച്ച് വീട്ടിലെങ്ങും ചെല്ലാനും നോക്കുകയല്ല, മുറ്റത്ത് കയറ്റുകയല്ല. അയിത്തമുള്ള കാലമാണ്. സ്തോത്രം. അയിത്തം. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ? ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാൽ ഉടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ? ഇത് ശരിയോ തെറ്റോ? അപ്പൊ ശ്രദ്ധിക്കില്ല, ജോലി ചെയ്ത് കൂലി ചോദിക്കാനൊക്കത്തില്ല. പകൽ അന്തിയോളം പണിയെടുക്കണം. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്. അമ്മച്ചി പറഞ്ഞാൽ പല കാര്യവും ഞാൻ അറിയുന്നത്. ഇപ്പോഴും ഉണ്ട്. 105. നിങ്ങൾ ഓർക്കുന്ന തള്ളയാൻ കണ്ട് നടുവൊടിഞ്ഞ് കിടക്കുകയാണോ? നാളെ ഞാൻ മിറ്റ പഠിക്കുന്നത് 105. നീ എത്ര ആഴ്ചയായി നിന്റെ മിറ്റ പഠിച്ചിട്ട്? നീ ഒരു കസാര നിറച്ചിങ്ങനെ വലിയ വീട്ടിലെ അമ്മാമ്മ ഇരിക്കുക, മിറ്റ പഠിക്കാൻ തങ്ക വന്നില്ല. നീ സത്യം പറ, നിന്റെ മിറ്റ പഠിച്ചിട്ട് എത്ര നാളായി? നീ തങ്കയെ നോക്കിയിരിക്കുക. മനസ്സിലാകുന്നില്ലായിരിക്കും, ഇല്ലയോ? ഞാൻ ചെന്നപ്പോൾ വല്യമ്മ നല്ല മിടുക്കിയായിട്ട് മിറ്റ പഠിക്കുന്നു. 105. അപ്പം അമ്മച്ചി പറഞ്ഞ ഒത്തിരി കാര്യം അറിയാം. എൻ്റെ അപ്പൻ്റെ അമ്മയാണ്. പകൽ അന്തിയോളം പണിയെടുത്താൽ ചിലപ്പോൾ അന്ന് കൂലിയാൻ കണക്കാ. കൂലിയാൻ അന്നും ഒറ്റയ്ക്കൊന്നും തികയത്തില്ല. അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, പരാധീനതയുള്ള കാലമല്ലേ, അത് പാടവരമ്പത്തെ വെച്ച് ചിലപ്പോൾ തരും, അല്ലെ കരയ്ക്കോട്ട് കയറുമ്പോഴായിരിക്കും. അത് കൊണ്ടുവന്ന് വീട്ടിൽ വരുമ്പോൾ സന്ധ്യ കഴിയും. അന്നത്തെ കാലമാണ് വറുത്ത് കുത്തിയാണ് കഞ്ഞി വെക്കുന്നത്. അത് വറുത്ത് കുത്തി കഞ്ഞി വെക്കുമ്പോൾ കൊച്ചുങ്ങളെല്ലാം തളർന്നുറങ്ങും. പിന്നെ ചിലതിനെയൊക്കെ തല്ലിപ്പൊക്കിയ സ്തോത്രം. പിന്നെയും രാവിലെ ഇത് തന്നെ പണി. രാവിലെ ഇറങ്ങണം, സന്ധ്യയായാലും കയറ്റി അന്നൊക്കെ അമ്മയൊക്കെ പാടിയാ പണിയെടുക്കുന്നത്. പാട്ട് പാടി പണിയെടുക്കും. ഇവർക്കത് സന്തോഷമാണ്, കാരണം ക്ഷീണം തോന്നുകയല്ല. മുതലാളിക്ക് ലാഭമാണ്. പാട്ടുപാടി പെണ്ണുങ്ങൾ വാശിക്ക് പാട്ടുപാടി പണിയെടുത്താൽ ഒരാൾ 5 പേരുടെ പണി ചെയ്യും. പിന്നെ അത് കമ്മ്യൂണിസ്റ്റുകാർ വന്ന് പറഞ്ഞു, പാടണ്ട, വീട്ടിൽ പോയിരുന്ന് പാടിയാൽ മതി, കണ്ട തീരുമ്പോൾ അങ്ങ് പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളങ്ങനെ ലാഭം ഉണ്ടാക്കി. പിന്നെ അവർ പറഞ്ഞ് ഞങ്ങൾ കൊടി കാണിക്കും, കൊടി കാണിക്കുമ്പം ഇറങ്ങിയാൽ മതി, കൊടി കാണിക്കുമ്പോൾ കയറും, പിന്നെ കൊടി കാണിക്കുമ്പം പിന്നെ 4 മണിക്ക് വീട്ടിൽ പോകാം. അന്നേരം പെണ്ണുങ്ങളെല്ലാം കൂടെ പറഞ്ഞ് കാശ് ഞങ്ങൾ മേടിച്ചു തന്നുള്ളത്, നിങ്ങളങ്ങ് വീട്ടിൽ പോകാം. അവർ മേടിച്ച് കൊടുക്കുകയും ചെയ്തു കേട്ടോ. എന്നോട് വല്യമ്മച്ചി പറഞ്ഞതാണ്. ഓ ആണെന്ന്. അപ്പന്മാരൊക്കെ രാത്രി മുഴുവൻ ചക്രം ചവിട്ടണം, വെള്ളം പറ്റി. ഇപ്പോഴല്ലേ മോട്ടർ, പെട്ടിയും പറയൊക്കെ പിന്നെ വന്നതല്ലേ. അന്ന് ചക്രം വെച്ച് ചവിട്ടുക. 24 ചക്രമൊക്കെ ഉണ്ട്. ചവിട്ടി ഇങ്ങനെ വെളുക്കോളം പാടിയ.
ഞങ്ങളുടെ ഒരു വല്യപ്പൻ പറഞ്ഞത്, ഞാൻ ചോദിച്ചു ചക്രം ചവിട്ട്, പുള്ളി മരിച്ചു പോയിട്ട് കുറേ നാളായി. ഇപ്പോൾ കൊച്ചിലെ ഞാൻ ചോദിച്ചു, ചക്രം വെച്ച് ഇങ്ങനെ ചവിട്ടുക, രാത്രി മുഴുവൻ നിന്ന് ചവിട്ടുക, 24 ചക്രമാണ്, ഇങ്ങനെ മാറി വരുമ്പോൾ ചവിട്ടി വെള്ളം അപ്പം പോവും. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം പിന്നെ ഞാൻ 24 വൃത്തമാണ് പാടുന്നത്. എടുത്തച്ഛൻ്റെ 24 വൃത്തം, 24 ഭാഗമാണ്, അതൊക്കെ ചിലത് എനിക്കറിയാം. അത് പാടി ചക്രം ചവിട്ടിയ. അപ്പം ഇതിനെല്ലാം തന്നെയും മുതലാളിമാരെ ചുമ്മിക്കൊണ്ട് നടക്കണം. ഇതുങ്ങൾക്ക് നടക്കാനൊന്നും ആവുന്നുണ്ടെങ്കിലും നടക്കുകയല്ലേ, പാവത്തുങ്ങളെ കൊണ്ട് ചുമ്മിക്കുക, പല്ലക്കയില്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്നേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്നേ. പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറകൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറകൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പാടാൻ നേരമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് സമയമില്ലതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം സൂചിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം മാറ്റം വരുത്തിയതും മാറ്റം വന്നതും ഈ സുവിശേഷം എത്തിയത് കൊണ്ടാണ്. നേരും ചൊവ്വനും തുണി കൊടുക്കാനും 2 അക്ഷരം കൂട്ടി വായിക്കാനും പള്ളിക്കൂടത്തിൽ പോകാനും ഭാഷ പഠിക്കാനും. നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പെന്തിക്കോസ് വന്നതുകൊണ്ടാ. ഗ്ലോറി. 2ാം ക്ലാസ്സിൽ തോറ്റ ഹേലിയായിരുന്നു ഗ്ലോറി. എനിക്കിത് പറയാമോ അവിടെ ചെന്ന്? എനിക്ക് പെന്തിക്കോസ് വന്നതുകൊണ്ടാ. എന്നിട്ട് അപ്പുറം ഇരുന്ന് മേരി പ്രൈസ് ദ ലോർഡ് ഉണ്ടോ, ഇംഗ്ലീഷ് പറയുന്നത് കണ്ടോ? അടിച്ച് മിന്നുക തള്ളയൊക്കെ. സ്കൂളിൽ പോലും പോകാത്ത ഏലിക്കുട്ടി പറയുക ബ്ലഡ് ഓഫ് ജീസസ്. അത് എഴുതാൻ പറഞ്ഞ കുഞ്ഞാലി കൊടി, എന്നാലും ഇംഗ്ലീഷ് അടിക്കുക ബ്ലഡ് ഓഫ് ജീസസ്. അത് കേട്ടോണ്ട് അപ്പുറം ഇരുന്ന് മറിയ വിക്ടറി. എടാ, 4 ഇംഗ്ലീഷ് വാക്ക് പഠിക്കാനിടയിൽ അത് പെന്തിക്കോസ് വന്നതുകൊണ്ടാണ്. സ്തോത്രം. ഈ മാർഗത്തിൽ വന്നതാണ്. നിനക്ക് ഇതിൻ്റെ വലിയ തള്ളയെ കൊണ്ടൊന്ന് വിക്ടറി പറയിപ്പിക്കാമോ? അല്ല, ജയലായി. ഇവിടെ ഞങ്ങളുടെ അമ്മമാരടിച്ച് മിന്നുക. പെന്തിക്കോസി വന്നതാ. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. നീ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ച മാർഗവിധ. നെടുങ്ങാടപ്പള്ളി കൂടെ ഒരു സായിപ്പ് വില്ലുവണ്ടിയെ പോകുമ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടത്തിൽ കാളയും മനുഷ്യനും കൂടെ കടന്ന് ഉഴുന്ന് കുഴവേ. ഒരു വശത്ത് കാള, അപ്പുറം മനുഷ്യൻ. തമ്പുരാൻ കരയ്ക്ക് നിൽക്കുക. കൃഷിക്കാരനുമുണ്ട് തമ്പുരാന്റെ ശിങ്കിടി. കാള പോകുന്നത് പോലെ മനുഷ്യൻ പോയില്ലേ, പുറന്നിടുക അടിയ കാപ്പി പഠിക്ക്. അപ്പൊ സാഹിബ് വണ്ടി നിർത്താൻ പറഞ്ഞു. ആ കാളയോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന മനുഷ്യനെ ഇനി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അന്ന് സാഹിബന്മാരുള്ള കാലമാണ്. എന്ന് പിടിച്ചു കയറ്റി. സാഹിബ് അയാളെ കൊണ്ടങ്ങ് പോയി. സാഹിബിനോട് എങ്ങാനും പറഞ്ഞാൽ എന്നെ വെടിവെച്ച് കൊല്ലും. ഇവിടെ കിടന്ന് മുളവടി ഇട്ട് കറക്കിയാലൊന്നും സാഹിബിൻ്റെ അവിടെ തോക്കുണ്ട്, ആ പീസ് കൂട്ടും. സാഹിബ് പറഞ്ഞ ഇനി വരാൻ പറഞ്ഞു. അയാളെ കൊണ്ട് നേരെ സാഹിബ് അങ്ങ് പോയി ബംഗ്ലാവിൽ. അവിടെ ചെന്ന് അക്ഷരം പഠിപ്പിച്ചു. അക്ഷരം പഠിച്ച് മിടുക്കനായപ്പോൾ പുസ്തകം കൊടുത്തു. വായിച്ചു. പേരും മാറ്റി. ഹാബേൽ. അതാ ഹാബേൽ ഫൗണ്ടേഷൻ. ഏതാ? മല്ലപ്പള്ളി. സ്തോത്രം. അതായി മാർഗം. കന്നുകാലിയോട് ചേർത്ത് നിന്നെ വെച്ചതാ.
മാർഗമായി പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അയ്യോ, വല്ലാത്ത കാലമല്ലായിരുന്നോ ഈ കേരളത്തിൽ? ഓരോ ആൾക്കാർക്ക് നടക്കാൻ ഇത്ര അടി അകലെ വന്ന് അതെല്ലാം കണ്ടോണ്ടാ എൻ കുമാരനാശാൻ മലയാള ഭാഷയിൽ നല്ല ഈടുറ്റ കവിതകൾ സമ്മാനിച്ച മൺമറഞ്ഞതാ എൻ കുമാരനാശാൻ തോന്നയ്ക്കൽ. ആശാൻ ആശയ ഗംഭീരനാ. ആശാൻ ഇതെല്ലാം കൂടെ കണ്ട് സങ്കടം മുഴുത്തിട്ട് ആശാൻ ഒരു കവിത എഴുതി. നമുക്കറിയാം ദുരവസ്ഥ. ഈ അവസ്ഥയെല്ലാം കണ്ട് എഴുതിയതാ. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ എലവന്തിട്ട. പുള്ളിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, പണിക്കാന്ന് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്ത് വാദപ്രതിവാദം നടത്തിയ പണിക്കർ അല്ലെ പണിക്കാന്നാ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുകയല്ല. മൂലൂരിന്റെ കവിതകളും വളരെ സരസകവിയാണ്. അപ്പൊ കുമാരനാശാൻ, എൻ കുമാരനാശാൻ ഈ അവസ്ഥയെല്ലാം കൂടെ കണ്ടുകൊണ്ട് എഴുതി ദുരവസ്ഥ. അറിയാമല്ലോ ദുരവസ്ഥ, പഴയ ആൾക്കാർക്ക് അറിയാം. മറ്റുള്ളവർക്കായുഴാനും നടുവാനും കറ്റ കൊയ്യാനും എത്തിക്കുവാനും, മറ്റുള്ളവർക്കായി ഊഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലതോ ജാതി കോമരങ്ങൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലതോ ജാതി കോമരങ്ങൾ. അപ്പൊ ജാതി കോമരങ്ങൾ കലിതുള്ളി ആടി ഉറഞ്ഞ കാലമാണ്. അതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ പുസ്തകമാണ്. ചുവടുവിടാ കിടക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പെന്തിക്കോസുകാർ അങ്ങനൊന്നും അല്ല സ്തോത്രം പറയണ്ട. പിന്നെ ഈ തണുപ്പം പിടിച്ച് നിങ്ങൾ ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. ദൈവത്തിൻ്റെ മകൻ, അത് നിങ്ങളുടെയും കുഴപ്പമില്ല. സാധാരണ നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയമായി, അതുകൊണ്ടാണ്. ഇന്ന് ഒരു 11:30 ആകുമ്പോഴേ പോവുകയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, എവിടെ സുവിശേഷം വന്നിട്ടുണ്ടോ അവിടെ എല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ മാറ്റിമറിക്കാൻ പറ്റും. പോലീസിന്റെ ലാത്തിക്കൊന്നും വെക്കത്തില്ല. തത്വസംഹിതകൾക്കും സാധ്യമല്ല. പ്രത്യേക ശാസ്ത്രങ്ങൾ കൊണ്ടും ഒരു മനുഷ്യനെ രൂപാന്തരം വരുത്താൻ ഒക്കത്തില്ല. ഞാൻ വിവരിക്കുന്നില്ല. രൂപാന്തരം വരുത്തുന്നത് ഈ തിരുവചനം കൊണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഇടയ്ക്ക് ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ ഭാഗത്തേക്ക് വരാം. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റുന്ന മാർഗമല്ല. വെപ്രാളവും ബഹളവും അലപ്പറയും ഒച്ചപ്പാടും ഒന്നുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. സുവിശേഷം ഒരു സഭക്കാരുടെ വിഭാഗക്കാരുടെ കുത്തകയല്ല. സുവിശേഷം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യനായി ഈ ജാതിയും മതവുമെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. ജാതി എടുത്തഞ്ഞ് സൂചിപ്പിച്ചല്ലോ. ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനങ്ങാമ്രേടിതം കലർന്നിടുന്ന ചാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ച് പോകിലും വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോകിലും. അപ്പൊ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സംസ്കാരം എന്നൊന്നും പറയാനൊക്കത്തില്ല. പരുവക്കേടാ. എന്താ അതാണ് സംസ്കാരം. മനുഷ്യന് വെളിയിലിറങ്ങി നടക്കാൻ മേല, അതാണ് സംസ്കാരം. പള്ളിക്കുടത്തിൽ കയറാൻ മേല, അതാണ് സംസാരം. നീ ഉള്ള ബോധക്കടെല്ലാം കൂടെ എഴുതി ഒപ്പിച്ച് വെച്ചേച്ച് ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് വിവരമായി തുടങ്ങി. അതുകൊണ്ട് കുറച്ചൊക്കെ
ഇവിടെ നിങ്ങളാരും മിണ്ടാതിരിക്കുന്നത്. തല്ല് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. ഞാൻ തന്നെ മേടിച്ചുകൊണ്ട് പോവുകയല്ല, വീതിച്ച് തന്നേച്ചേ പോവുള്ളൂ. ജോസഫ് പാസ്റ്റർക്കും തരും. നരച്ച ഒന്നും ഞാൻ നോക്കില്ല, എനിക്ക് 2 കിട്ടിയാൽ സൂക്ഷം ഒന്ന് ഞാൻ തന്നിരിക്കും. അതുകൊണ്ട് എന്നോട് ചേർന്ന യഹോവയെ മഹിമപ്പെടുത്തി ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തും. കാര്യമൊക്കെ പറഞ്ഞേച്ചേ പോവുള്ളൂ. യേശുദാസനും തരും. യാതൊരു തർക്കവുമില്ല. കീബോർഡൊക്കെ ഇട്ട് ചിലപ്പോൾ ഓടേണ്ടി വരും. അതുകൊണ്ട് എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തിക്കും. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷമാണ്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയും, ഏത് സ്ഥലത്തും എവിടെ ഈ വേദപുസ്തകമായിട്ട് നിന്നോണം. ഇതുപോലെ ചേർത്ത് വെക്കാൻ പറ്റിയ ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. ഇത് എടുത്തത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് വായിച്ചാൽ പിന്നെയും ഭാഗ്യമാണ്. ഇത് പ്രമാണിക്കാവുന്ന ഭാഗ്യത്തിന്റെ അയ്യരുകളിയാണ്. നിങ്ങൾക്ക് പിന്നെ അത്രയും ഭാഗ്യം വേണ്ട. സ്തോത്രം. ഇത് വ്യവസ്ഥപ്രകാരം എടുത്തവർക്കെല്ലാം അനുഗ്രഹമാണ്. തരമെഴുമലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോടത് പയനമില്ല, പരിഭവിക്കില്ലോ ക്ഷമിക്കാൻ മാത്രം ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മാർഗത്തിൽ വന്ന് ഈ കൃപയിൽ വന്നതാണ് നിന്റെ ഭാഗ്യം. അതുകൊണ്ട് എവിടെയും ഉയർത്താൻ പറ്റിയ ഒന്നേ ഉള്ളൂ, സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് കർത്താവാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ആളല്ല. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് കുലത്തിലും കുടുംബത്തിലും മനുഷ്യനായ ജാതിയും കുലമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർന്നങ്ങ് പറയുക, ഏത് കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിനക്ക് യേശുവിനെ സേവിക്കാം. ചില സ്ഥലങ്ങളിൽ എല്ലാവർക്കും പോകാനൊക്കത്തില്ല, യേശുവിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വരാം. ചില രാജ്യത്ത് എല്ലാവർക്കും ചെല്ലാനൊക്കത്തില്ല, പക്ഷെ യേശുവിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വരാം. ചില പ്രത്യേക ഇടങ്ങളിൽ എല്ലാവർക്കും എല്ലാ സമയത്തും പോകാൻ ഒക്കത്തില്ല, പക്ഷെ യേശുവിൻ്റെ അടുക്കൽ ഏത് സമയത്തും ആർക്കും വരാം. സ്തോത്രം. പ്രായമുള്ള വലിയ തള്ളയ്ക്ക് വരാം. യേശു തള്ള അങ്ങോട്ട് മാറുന്നാട്ടെ, ഞാൻ അങ്ങോട്ട് പോട്ടെന്ന് യേശു പറയല്ല, ഇനി വരാൻ പറയും. ഇവിടെ ഒരു കൂനിത്തള്ള ആയുസിന് വരാത്തൊരു തള്ള വന്നു. യേശു പറഞ്ഞ് ബന്ധനം അഴിച്ചെന്ന്. തള്ള നല്ല കമ്പിപടി പോലെ നടന്നു പോയി. സ്തോത്രം. രക്തസർവക്കാരി 12 കൊല്ലമായിട്ട് പരുവക്കേടാ. അവൾ ദേഹത്തെങ്ങാണ്ട് തൊടാൻ വന്നത് അത് ഉള്ളു കാരണം തുണിയിലാ കൊണ്ടത്. അന്നേരം അവൾക്ക് സൗഖ്യം കിട്ടിയെന്നുള്ളതാണ്. സ്തോത്രം. മനസ്സിലായോ? എന്നാൽ ഇനിയും അടുത്ത സമയത്തെങ്കിലും ഞാൻ ആരെയും കാണുന്നില്ല, ഇല്ല തള്ള എന്നെ തൊട്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വീട്ടിലോട്ട് പോവുക. വീട്ടിലും വരും. നീ യേശുവിനെ കാണാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട. യേശു നിന്റെ അടുക്ക വരും. അതിന് കാരണം പറയാം, ജീവനുള്ളത് ദൈവമാ. നടക്കുമെന്ന്. കണ്ണുണ്ട് കാണും, ചെവിയുണ്ട് കേൾക്കുന്നുണ്ട്, മൂക്കുണ്ട് മണക്കുകയും ചെയ്യും. സ്തോത്രം. ജീവനുള്ള ദൈവമാ. നീ ദൈവത്തെ തപ്പി അങ്ങോട്ട് പോകണ്ട, നിന്റെ അടുക്കലേക്ക് വരുന്നവനാവിടുന്ന്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം, അറിയാം, അനുഗമിക്കാം, സേവിക്കാം, സ്നേഹിക്കാം. അതുപോലെ മഹത്വമുള്ളവനാ ക്രിസ്തു. അതാണ് സുവിശേഷം. ആട്ടെ, ഞാൻ ഇന്ന് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇവർ പറഞ്ഞ സമയത്ത് നിർത്താനാണ് ഞാനും താല്പര്യപ്പെടുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മോളൊന്നുകൂടെ വായിച്ചു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. മോനെ, എനിക്ക് എന്ത് ജാൻസൺ മോനെ,
എനിക്കങ്ങോട്ട് സംസാരിച്ചിട്ടൊരു ഇത് വരുന്നില്ല. അതെന്തോ ഫീഡ്ബാക്കിൻ്റെ ആണോ? ഹല്ലേലൂയ. എനിക്കൊരു ഇതോട് ഇങ്ങോട്ടൊന്ന് ചരിച്ച് വെച്ച് നോക്കി. എന്തുവാന്ന് ഞാൻ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് പറയേണ്ടി വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം. അപ്പൊ ശ്രദ്ധിക്കുക,